കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ 4th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നമുക്കിനി മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങണം. 5th ചാപ്റ്റർ തുടങ്ങുമല്ല വേണ്ടേ? യെസ്, ഓക്കെ. അപ്പൊ എന്താ മൾട്ടിപ്ലിക്കേഷൻ? നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതായിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ എന്താ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാല് എന്താ ജൂലിയറ്റ്? മിസ് 4ാം പാഠത്തിലെ ഇത് ചെയ്തിട്ടില്ല. മാത്സ് ലാബ് ആക്ടിവിറ്റിയാ? അത് കുഴപ്പമില്ല മോളെ, അത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ എന്താ മൾട്ടിപ്ലിക്കേഷൻ? നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞേ. മൾട്ടിപ്ലിക്കേഷനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയുന്നതെന്ന് പറഞ്ഞേ. ആരാ പറയുന്നേ? ആരാ പറയുന്നേ? കേട്ടിട്ടേ ഇല്ലേ മൾട്ടിപ്ലിക്കേഷൻ എന്താന്ന്? അറിയില്ലോ? ഓക്കെ, അറിയില്ലോ, പറഞ്ഞോ എന്താ മൾട്ടിപ്ലിക്കേഷൻ? ഗുണിക്കുക. ഗുണിക്കുക. അത് മാത്രമേ അറിയുള്ളൂ? പിന്നെ ഇൻഡു ചേർത്ത് പറയുക. ഇൻഡു ചേർത്ത് പറയുക. ഓക്കെ, ജൂലിയറ്റിന് എന്താ പറയാനുള്ളത്? ഞാൻ അത് പറയാനിട്ടായിരുന്നു. ആഹാ, സാരില്ല, പോട്ടെ. ഇൻഡു ചേർത്ത് പറയുക, ഗുണിക്കുക. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ? 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ അറിയല്ലോ? പ്ലസ് ചെയ്യലും മൈനസ് ചെയ്യലും. പ്ലസ് ചെയ്യലും മൈനസ് ചെയ്യലോ? അതെങ്ങനെയാ മൾട്ടിപ്ലിക്കേഷൻ ആവാം? ഹരിക്കല്. ഹരിക്കല് മൈനസ് ചെയ്യൽ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഗുണനം അല്ലേ? ഗുണിക്കല്. ഗുണിക്കല് എന്ന് വെച്ചാൽ എന്താ? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. റിപ്പീറ്റഡ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഓർമ്മയുണ്ടോ? ഒരേ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മിസ് എപ്പോഴും പറയാറുണ്ട്, എന്ത്? മാത്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ലാംഗ്വേജ് ആണ്. ഷോർട്ട് ലാംഗ്വേജ് മീൻസ് എന്താ? ഷോർട്ട് ലാംഗ്വേജ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും ചുരുക്കി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് മാത്സിൽ അല്ലേ? ആണല്ലോ. നമുക്ക് ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. ആഡ് ചെയ്യുന്നതിന് പ്ലസ് സൈൻ ഉണ്ട്, സബ്ട്രാക്ട് ചെയ്യുന്നതിന് മൈനസ് സൈൻ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിന് ഇൻടു സൈൻ ഉണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് സിമ്പിൾസും നമ്പേഴ്സും. ഇപ്പം 1 എന്ന് പറയുന്നത് നമ്മൾ 1 സാധാരണ പറഞ്ഞു. 1 2 3 3 എന്ന് പറയുമ്പോൾ 3 1s കൂടിയതല്ലേ 3. അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് 3 എന്ന് എഴുതും അല്ലേ? അങ്ങനെയെല്ലാം നമ്മൾ ചുരുക്കി ചുരുക്കി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് മാത്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഒരേ നമ്പർ തന്നെ കുറെ തവണ ആഡ് ചെയ്യേണ്ടി വരുമ്പോ, ഒരേ നമ്പർ തന്നെ കുറെ തവണ ആഡ് ചെയ്യേണ്ടി വരുമ്പോ നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുന്നു. പേജ് നമ്പർ 107 എടുത്തേ, നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ്, മൾട്ടിപ്ലിക്കേഷൻ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ്. അവിടെ ഏറ്റവും മേലെ കുറെ ഡോൾസിന്റെ, കുറെ പാവകളുടെ ചിത്രം കണ്ടോ? കണ്ടോ? എത്ര എണ്ണം ഉണ്ട്? എണ്ണ നോക്കിയേ. 1 2 3 4 5 6 7 8 9 10. 10 ഡോൾസ് ആർ there അല്ലേ? നമ്മൾ എങ്ങനെയാണ് 10 ഡോൾസ് ഉണ്ട് എന്ന് പറഞ്ഞത്? എണ്ണി നോക്കി, കൗണ്ട് ചെയ്തു. കൗണ്ട് ചെയ്യാന്ന് വെച്ചാല് ഒരു ഡോളിനെ ഒരു 1 ആക്കി നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെ 10 വൺസ് ആഡ് ചെയ്യുമ്പോ നമുക്ക് 10 കിട്ടി. 10 വൺസ് ആഡ് ചെയ്യുമ്പോ 10 കിട്ടി. അതായത് 10 ടൈംസ് 1 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടി അല്ലേ? അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതും? അതിന് തൊട്ട് താഴെ എഴുതിയിട്ട് കണ്ടോ? 1 into 10 is equal to 10. അതായത് 1 plus 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 1. 10 തവണ 1 ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? 1 into 10 അല്ലെങ്കിൽ 10 into 1.
That's equal to 10. 1 multiplied by 10 is equal to 10. That means multiplication is the repeated addition of numbers. എന്താ multiplication എന്ന് പറഞ്ഞാല് നമ്പേഴ്സിന്റെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള അഡീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് തൊട്ട് താഴെ എക്സസൈസ് 5.1 കണ്ടോ? ഫിൽ ഇൻ ദി മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടോ? അതേ പേജിൽ തന്നെ. അതിൽ ഫസ്റ്റ് വൺ നോക്കിയേ. 3 ആപ്പിൾസിന്റെ വീതം 3 ആപ്പിൾസ് വീതമുള്ള 3 ഗ്രൂപ്പ്. 3 ആപ്പിൾസ് പ്ലസ് 3 ആപ്പിൾസ് പ്ലസ് 3 ആപ്പിൾസ്. എത്ര ആപ്പിൾസ് ഉണ്ട് അവിടെ? എത്ര ആപ്പിൾ ഉണ്ട്? 9 ആപ്പിൾസ് ഉണ്ട് അല്ലേ? അല്ലേ? 9 ആപ്പിൾസ് ഉണ്ട്. അതായത് 3 പ്ലസ് 3 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 9. അവിടെ എഴുതിക്കോ. ഞാൻ പറഞ്ഞു തരുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ അവിടെ എഴുതിക്കോ കേട്ടോ. 3 പ്ലസ് 3 പ്ലസ് 3 is equal to 9. എഴുതിയോ? 3 പ്ലസ് 3 പ്ലസ് 3 is equal to 9. അതിന് തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന കണ്ടോ? 3 തവണ നമ്മൾ 3 ആഡ് ചെയ്യുന്നതിന് 3 times 3 ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? 3 into 3. That means 3 into 3 is equal to 9. 3 into 3 is equal to 9. Then second one, തൊട്ട് താഴെ ബെൽസിന്റെ ചിത്രം. 6 ബെൽസിന്റെ 2 ഗ്രൂപ്പ് ഉണ്ട് അവിടെ. 6 bells plus 6 bells. ടോട്ടൽ എത്ര ബെൽസ് ഉണ്ട്? 6 bells plus 6 bells. ടോട്ടൽ 12 bells ഉണ്ട്. 6 plus 6 is equal to 12. അല്ലേ? 6 plus 6 is equal to 12. അതായത് എത്ര തവണ നമ്മൾ 6നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു? 6നെ എത്ര തവണ ആഡ് ചെയ്യുന്നു? 2 തവണ ആഡ് ചെയ്യുന്നു. 2 times ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ എങ്ങനെ പറയും? 2 into 6 is equal to 12. 2 into 6 is equal to 12. Then third one, butterfly. ബട്ടർഫ്ലൈസ് എത്ര എണ്ണം വീതമുള്ള ഗ്രൂപ്പ്സ് അവിടെ ഉള്ള? 2 ബട്ടർഫ്ലൈസ് വീതമുള്ള 3 ഗ്രൂപ്പ്സ് ഉണ്ട്. 2 plus 2 plus 2 അല്ലെ? 2 plus 2 plus 2 is equal to 6. നമ്മൾ എത്ര തവണ 2 ആഡ് ചെയ്യുന്നു? എത്ര തവണ 2 ആഡ് ചെയ്യുന്നു? 3 times നമ്മൾ 2 ആഡ് ചെയ്യുന്നു. That is 3 into 2 is equal to 6. 6 കിട്ടാൻ വേണ്ടി 3 times നമ്മൾ 2 ആഡ് ചെയ്യുന്നു. That means 3 into 2 is equal to 6. Next, watch. 5 watch വീതമുള്ള 3 ഗ്രൂപ്പ് ഉണ്ട് അവിടെ. ടോട്ടൽ എത്ര വാച്ച് ഉണ്ടാവും? 5 plus 5 plus 5. 5 plus 5 plus 5 is equal to 15. 5 plus 5 plus 5 is equal to 15. അങ്ങനെയാണെങ്കിൽ എത്ര തവണ നമ്മൾ 5 ആഡ് ചെയ്യുന്നേ? 3 times 5 ആഡ് ചെയ്യുന്നു. 3 into 5 is equal to 15. അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ടെണ്ണം നിങ്ങളൊന്ന് ഫിൽ ചെയ്തേ. അഞ്ചാമത്തെ 6ാമത്തെയും. അഞ്ചാമത്തതും 6ാമത്തതും ഒന്ന് ഫിൽ ചെയ്തേ നിങ്ങള്.
ചെയ്തോ? അഞ്ചാമത്തത് അതെന്താ? അത് പമ്പരോ? ഓക്കെ. എത്ര എണ്ണം ഉണ്ട് അവിടെ? 6 എണ്ണം വീതമുള്ള 4 ഗ്രൂപ്പ്സ് ഉണ്ട്. 6 + 6 + 6 + 6 is equal to 24. 24. That means എത്ര തവണ നമ്മൾ 6 ആഡ് ചെയ്യുന്നു? 4 times 6 ആഡ് ചെയ്യുന്നു. 4 into 6 is equal to 24. 4 into 6 is equal to 24. Then bull. 1, 2, 3, 4. 4 balls വീതമുള്ള 3 ഗ്രൂപ്പ് ഉണ്ട് അവിടെ. Four balls വീതമുള്ള 3 ഗ്രൂപ്പ്. 4 + 4 + 4 is equal to 12. ഇനി എത്ര തവണ നമ്മൾ 4 ആഡ് ചെയ്യുന്നേ? 3 times 4 ആഡ് ചെയ്യുന്നു. 3 into 4 is equal to 12. 3 into 4 is equal to 12. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം. പേജ് നമ്പർ 108. പേജ് നമ്പർ 108. എന്തൊക്കെയാണ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടി നമ്പർ 1. Even if we change the order of the numbers, the result will remain the same. കണ്ടോ? മിസ് വായിച്ച സെന്റൻസ് കണ്ടോ? കണ്ടോ? പ്രോപ്പർട്ടി നമ്പർ 1. ആ പ്രോപ്പർട്ടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇപ്പൊ മിസ് വായിച്ച സെന്റൻസ്, even if we change the order of the numbers, the result will remain the same. The result will remain the same. ആ സെന്റൻസ് മുഴുവനായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ചെയ്തോ? ഓക്കെ. എന്നാ മിസ് എല്ലാവരുടെ കൂടി ഒരു കാര്യം ചെയ്യട്ടെ. എല്ലാവർക്കും 2 to 10 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അറിയോ? കൃത്യമായിട്ട് അറിയോ? എല്ലാവർക്കും അറിയോ? 2ന്റെ എല്ലാവർക്കും അറിയോ? 2ന്റെ എല്ലാവർക്കും അറിയോ? 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2 അറിയില്ല? അയ്യേ, കഷ്ടാണല്ലോ. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതല്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അപ് ടു 10. 2ന്റെ എളുപ്പമല്ലേ പഠിക്കാൻ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ടേബിളും പറഞ്ഞു തരണോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിളും പറഞ്ഞു തരണോ? ഇപ്പോ വേണോ? വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ വെക്കേഷന്റെ ടൈമില് ഓൺലൈൻ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? വാട്സാപ്പില് മാത്സിന്റെ ഇംഗ്ലീഷിന്റെ ഒക്കെ ഓൺലൈൻ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് മെയിനായിട്ട് മാത്സിൽ പറഞ്ഞു തന്നത് എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസാ. അത് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? യെസ്, റീലു ഉണ്ട്. സെൽന ചെയ്തില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഏഞ്ചൽ? നോ. ആരോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാൻ ചെയ്തായിരുന്നോ? ഓക്കെ. ബെനീറ്റ? നോ. വേറെ ആരും ചെയ്തതായിട്ട്? ആദിത്യ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ. സന ചെയ്തിട്ടുണ്ടായിരുന്നു. നിഹാര, ടോഷിൻ, അലൻ, ഇങ്ങനെ കുറച്ച് പേര് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം
അങ്ങനെയാണ് നിങ്ങളുടെ കുറെ പേരുടെ പേര് എനിക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് പുളിങ്ങോത്ത കുട്ടികളുടെ പേരൊക്കെ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോ അത് അറ്റൻഡ് ചെയ്തവർക്ക് എനിക്ക് തോന്നുന്നു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഓർമ്മയുണ്ടാവും അല്ലേ? കൃത്യമായിട്ട് പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ടേബിൾ പഠിക്കാതെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പഠിക്കാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം. അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ട്യൂസ്ഡേയിലെ ക്ലാസ് വരുന്നുള്ളൂ. വെക്കേഷൻ അല്ലേ? അപ്പൊ 4 ദിവസം ലീവ് കിട്ടുന്നില്ലേ? ഇല്ലേ? മാത്സിന്റെ ക്ലാസ് നെക്സ്റ്റ് ട്യൂസ്ഡേ വരുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഓരോ ദിവസം 2 ടേബിൾ വീതം നോട്ട്ബുക്കിൽ എഴുതാം. സെക്കൻഡ് സ്റ്റാൻഡേർഡിന്റെ ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് നോക്കി എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ എഴുതാം. കാരണം നിങ്ങൾക്ക് ഇപ്പൊ അത് പഠിപ്പിച്ചു തരാൻ നിന്നാല് നമ്മുടെ ചാപ്റ്റർ മുന്നോട്ട് നീങ്ങില്ല. ഓക്കെ? അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പഠിക്കേണ്ടി വരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. പറ്റുമോ? ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമോ? എന്താ ബെനീറ്റ? മിസ്സിന്റെ ഫോണിൽ അയച്ചു തരണോ? പേഴ്സണലായിട്ട് അല്ലെങ്കിൽ മിസ് ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ഗ്രൂപ്പില് മിസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എല്ലാം ഇട്ട് തരാം. നിങ്ങളത് ഓരോ ദിവസവും 2 വീതമൊക്കെ വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. നോട്ടിൽ എല്ലാവരും അത് നോക്കി എഴുതി വെക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നോട്ടിൽ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ ദിവസം 2 ടേബിള് 3 ടേബിളൊക്കെ വെച്ച് പഠിക്കുക. ലീവ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേ ക്ലാസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ടേബിൾ തറവായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എന്താ സിദ്ധു? മിസ്സിന്റെ മുഖം ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അത് ഇവിടുത്തെ ക്യാമറയുടെ പ്രശ്നമാണ്. ഓക്കെ, അപ്പോ ഞാൻ എന്താ പറഞ്ഞേ? ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അയച്ചു തരാം, ഗ്രൂപ്പിൽ ഇട്ട് തരാം. 2 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അയച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. എല്ലാ ടേബിളും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാം എഴുതി വെക്കുക. എന്നിട്ട് ഓരോ ദിവസമായിട്ട് അത് പഠിക്കാം. ഓക്കെ? എനിക്ക് അയച്ചു തരണമെന്നില്ല, നിങ്ങൾ പഠിച്ചാൽ മതി. കേട്ടല്ലോ? പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ട്യൂസ്ഡേ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചോദിച്ചാലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന് കറക്റ്റ് ആയിട്ട് എനിക്ക് ആൻസർ കിട്ടണം. ആ രീതിയിൽ വേണം പഠിക്കാൻ. ഓക്കെ? ലീവ് കിട്ടുമ്പോ വെറുതെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടേ? അപ്പൊ ഞാൻ പെട്ടെന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് റിലു 5x8 എത്രയാന്ന് ചോദിച്ചാൽ റിലുവിന് പറയാൻ പറ്റണം 40 ആന്ന്. അല്ലെങ്കിൽ നിഹാര 4x6 എത്രയാന്ന് ചോദിച്ചാൽ 24 പെട്ടെന്ന് പറയാൻ പറ്റണം. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. കേട്ടോ? പഠിച്ചിട്ടുണ്ടാവണം. കാരണം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറയുന്നതെന്ന് വെച്ചാല് നമ്മൾ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു എന്ന് വിചാരിക്കാം. ലിസൺ ഹിയർ. ഇപ്പൊ നമ്മള് 5 into 2 എന്ന് എഴുതി. എന്തെഴുതി? 5 into 2. എത്ര 5 into 2? 10 ആണെന്ന് നമുക്കറിയാം അല്ലെ? ഈ 5 into 2 എന്ന് പറയുന്നതും അത് നമ്മൾ നേരെ തിരിച്ചെഴുതി 2 into 5. 2 into 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 തന്നെയല്ലേ? ദാറ്റ് മീൻസ് 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്താ പറയാ? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ പ്രൊഡക്റ്റ് എന്ന് പറയും. ഓക്കെ? 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് നമ്മൾ കാണുന്ന സമയത്ത് ആ നമ്പേഴ്സ് ഏത് ഓർഡറിൽ എഴുതിയാലും ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ? ഇതിപ്പോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വിചാരിച്ചോ? ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. എങ്ങനെ? ഫൈൻഡ്
the product of, find the product of 3 and 5. Find the product of 3 and 5. അപ്പോൾ സിദ്ധാന്ത് എന്ത് ചെയ്തു? എങ്ങനെ എഴുതി? 3 into 5 is equal to 15 എഴുതി. അടുത്തത് അലൻ എങ്ങനെ എഴുതി? 5 into 3 is equal to 15 എഴുതി. ഇതിലേതാ ശരി? ഇതിലേതാ ശരി? രണ്ടും ശരിയാണ്. കാരണം ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് 3 and 5, 3ന്റെയും 5ന്റെയും പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞാൽ 3 into 5 എഴുതിയാലും 5 into 3 എഴുതിയാലും ആൻസർ 15 തന്നെയാണ് കിട്ടുന്നത്, അല്ലേ? ദിസ് ഈസ് ഫസ്റ്റ് പ്രോപ്പർട്ടി. എന്താ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്? ദ ഓർഡർ ഓഫ് ദി നമ്പേഴ്സ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത്, ആൻസർ കാണുന്ന സമയത്ത് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ ഏത് നമ്പറാണോ ആദ്യം എഴുതുന്നതെന്നൊന്നും പ്രത്യേകത ഇല്ല. പക്ഷെ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത്, സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലേ? നമ്മളെപ്പോഴും വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറാണ് മൈനസ് ചെയ്യുക. We cannot subtract big number from a smaller number. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോ സബ്ട്രാക്ഷന്റെ കേസിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമ്പർ എഴുതുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. 5 into 3 എന്ന് എഴുതിയാലും 3 into 5 എന്ന് എഴുതിയാലും ഒരേ ആൻസർ തന്നെ കിട്ടും. 4 into 5 എന്ന് എഴുതിയാലും 5 into 4 എന്ന് എഴുതിയാലും 20 തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അണ്ടർലൈൻ ചെയ്ത് വെച്ചല്ലോ. Then second property, even if the grouping of 3 given numbers is changed, their product will remain the same. നമുക്കിപ്പോ 3 നമ്പേഴ്സിന്റെ, എല്ലാവരും ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ പ്രോപ്പർട്ടി കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിപ്പോ 3 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണണം എന്ന് വിചാരിച്ചോ. ശ്രദ്ധിച്ചെവിടെ? ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു. എങ്ങനെ? ഫൈൻഡ് the product of 2, 3 and 5. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് 2, 3 and 5. ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 into 3 into 5. 2 into 3 into 5 അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ജൂലിയറ്റ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാല് ആദ്യം 2ഉം 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 2ഉം 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിനോട് 5 മൾട്ടിപ്ലൈ ചെയ്തു. 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. 6നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 13 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് സെല്ലിനെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാല് ആദ്യം എന്ത് ചെയ്തു? 2 അവിടെ തന്നെ വെച്ചു. 2നെ വലിയ ഇഷ്ടമൊന്നുമില്ല. ആദ്യം 3ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 3ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ടോ 2നെ അവിടെ തന്നെ വെച്ചു. 2 അവിടെ കിടക്കട്ടെ, ഏറ്റവും ചെറുതല്ലേ, അത് നമുക്ക് പിന്നെ മൈൻഡ് ചെയ്യാം. 2നെ അവിടെ വെച്ചു. 3ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 3ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 15 കിട്ടും. അപ്പൊ ആ 15നെ നമ്മള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എത്ര കിട്ടുക? 15 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 13 കിട്ടും.
അപ്പോ ജൂലിയറ്റ് ചെയ്തതും സെലന ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാ നിങ്ങള് ഡിഫറൻസ് കണ്ടോ? ആദ്യം ജൂലിയറ്റ് ഏതൊക്കെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തേ? 2ഉം 3ഉം. ജൂലിയറ്റ് ഏതൊക്കെയാ മൾട്ടിപ്ലൈ ചെയ്തേ? 2ഉം 3ഉം ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. അതിനോടുകൂടി 5 മൾട്ടിപ്ലൈ ചെയ്തു. എന്നാൽ സെലന ചെയ്തതോ ആദ്യം 3ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നാൽ രണ്ടാൾക്കും കിട്ടിയ ആൻസർ നോക്കിയേ, രണ്ടും 30 അല്ലേ? അല്ലേ? രണ്ടു പേർക്കും കിട്ടിയ ആൻസർ 30 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് മനസ്സിലാക്കാം? നമ്മൾ 3 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് അവിടെയും ഓർഡറിന് പ്രശ്നമില്ല. ഗ്രൂപ്പ് ചെയ്യുന്ന ഓർഡർ, ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ചാല് 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നാമത്തെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ആദ്യം സെലക്ട് ചെയ്യുന്ന 2 നമ്പേഴ്സ് ഇല്ലേ, ആദ്യം സെലക്ട് ചെയ്യുന്ന 2 നമ്പേഴ്സ് ഇല്ലേ, ആ നമ്പേഴ്സ് ഏത് ഓർഡറിലാണെങ്കിലും അതിന്റെ പ്രൊഡക്റ്റിനെ അത് എഫക്ട് ചെയ്യില്ല. ദാറ്റ് ഈസ് ദി സെക്കൻഡ് പ്രോപ്പർട്ടി. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. Even if the grouping of 3 given numbers is changed, their product will remain the same. എന്താ സിദ്ധു? ആഹാ, ഇത്രയും സീരിയസ് ആയിട്ട് പഠിപ്പിക്കുമ്പോ എത്ര ദിവസം ലീവ് എന്ന് ചോദിക്കുന്നേ? 4 ദിവസമേ ലീവ് ഉള്ളൂ. 24, 25, 26, 27. 28 ക്ലാസ് തുടങ്ങും. ഓക്കെ, അപ്പോ രണ്ടാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു. മനസ്സിലായല്ലോ? അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചില്ലേ രണ്ടാമത്തെ പ്രോപ്പർട്ടി? നെക്സ്റ്റ് മൂന്നാമത്തെ പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി നമ്പർ 3. The product of any number and 0 is 0. ഇത് നമുക്ക് എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണേ. നമ്മള് ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് എത്രയായിരിക്കും അതിന്റെ ആൻസർ? 0. അതിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് ആൻസർ 0 ആയിരിക്കും. എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ. എക്സാമ്പിൾ പറഞ്ഞുതരാൻ വേണമെങ്കിൽ ലിസൺ ഹിയർ. 2നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 0 കിട്ടി. ഇനി ഇത്രേ വലിയൊരു നമ്പർ, ഇത് എത്രയാ വായിക്കാന്നും കൂടി നമുക്കറിയില്ല. അതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 0 തന്നെയായിരിക്കും ആൻസർ. ഒരു സംശയവും വേണ്ട. ഇപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. എന്ത് ക്വസ്റ്റ്യൻ? 5 into 9 into 78 into 51 into 0 into 65 into 8 into 2 into 45. ഇതിന്റെ ആൻസർ നിങ്ങളോട് പറയാൻ പറഞ്ഞാല് ഒരു സംശയവും കൂടാതെ നിങ്ങൾക്ക് പറയാം 0. വൈ? ഇതിന്റെ ഒക്കെ ഇടക്ക് ഇവിടെ ഒരു 0 വരുന്നുണ്ട് അല്ലേ? എന്താ ഇത്രയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആദ്യം 5നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 78 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 51 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കിട്ടുന്ന നമ്പറിനെ നമ്മൾ എന്തുകൊണ്ടാ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 0 കൊണ്ട്. അപ്പൊ അതെന്തായി? 0. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും എത്രയൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ ആൻസർ 0 ആയിരിക്കും. എത്ര കുറേ നമ്പേഴ്സ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നിട്ട് അതിനിടയ്ക്ക് ഒരു 0 വന്നിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് അതിന്റെ ആൻസർ പറയാം. That will be 0. This is the third property of multiplication. Okay? Third property മനസ്സിലായില്ലേ? ഇനി property number 4. The product of any number and 1 is the number itself. നമ്മൾ ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞു. ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും ആൻസർ? അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. എന്തായിരിക്കും ആൻസർ? അതേ നമ്പർ തന്നെയായിരിക്കും ആൻസർ. എത്ര വലിയ നമ്പറിനെയും
1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടും. ദാറ്റ് ഈസ് ദി ഫോർത്ത് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ തേർഡ് പ്രോപ്പർട്ടി ഫോർത്ത് പ്രോപ്പർട്ടിയും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. തേർഡ് വൺ, ദ പ്രൊഡക്റ്റ് ഓഫ് എനി നമ്പർ ആൻഡ് സീറോ ഈസ് 0. The product of any number and 0 is 0. The next, property number 4, the product of any number and 1 is the number itself. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതേ നമ്പർ തന്നെയായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് 4 പ്രോപ്പർട്ടീസ്. അപ്പം വേറെ ഹോംവർക്ക് ഒന്നും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ലീവ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? നിർബന്ധമായും പഠിച്ചിട്ടുണ്ടാവണേ. ലീവാണ്, ക്രിസ്മസ് ആണ്, ലീവാണെന്നൊന്നും പറഞ്ഞിട്ട് പഠിക്കാതിരിക്കരുത്. ക്രിസ്മസിന് ഒരു ദിവസം ആഘോഷിക്കുകയൊക്കെ ചെയ്യാം, എന്നാലും പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. എന്താ ബനീറ്റ? മിസ്സേ, നോട്ട്ബുക്കിൽ എഴുതണ്ടേ റഫിലോ? നോട്ട്ബുക്കിൽ തന്നെ എഴുതിക്കോ. മൾട്ടിപ്ലിക്കേഷൻ 5ാമത്തെ ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതിയതിന് ശേഷം ടേബിളിലെല്ലാം 2 to 10 എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ.